ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജിഷാസ് ഫ്ലേവേഴ്സ്. ഇന്ന് ഞാൻ നെല്ലിക്ക രസമാണ് കാണിക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ 5 നെല്ലിക്കയാണ് എടുത്തിട്ടുള്ളത്. നെല്ലിക്ക നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം ചെറിയ ചെറിയ കഷ്ണങ്ങളാക്കിയതിന് ശേഷം നമുക്ക് മിക്സിയിലൊന്ന് അരച്ചെടുക്കണം. ഇനി നമുക്ക് രസം തയ്യാറാക്കാം. സ്റ്റവ് വെച്ച ശേഷം ഒരു പാത്രം വെച്ച് കൊടുക്കുക. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ചൂടായതിനു ശേഷം ഒരു 1/4 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പിലയും വറ്റൽമുളകും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി നമുക്കിതിലേക്ക് വെളുത്തുള്ളി, കുരുമുളക്, ജീരകം, നല്ല ജീരകം കൂടെ മിക്സിയിൽ ഒന്ന് പൊടിച്ചതിന് ശേഷം ചേർത്ത് കൊടുക്കാം. ഇവിടെ ഞാൻ ഒരു ടീസ്പൂൺ കുരുമുളക്, അതേപോലെ തന്നെ 1/2 ടീസ്പൂൺ നല്ല ജീരകം, ഒരു 5 വെളുത്തുള്ളി അല്ലിയും കൂടെ നന്നായിട്ട് മിക്സിയിലൊന്ന് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം പച്ചച്ചോവ മാറുന്നത് വരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇതിലേക്ക് ഒരു തക്കാളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വെന്ത് വരണം. ഇവിടെ ഞാൻ വളരെ കുറച്ച് വെളിച്ചെണ്ണ മാത്രമേ ഒഴിച്ചു കൊടുത്തിട്ടുള്ളൂ. നിങ്ങൾക്ക് കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണമെങ്കിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം തക്കാളിയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, കുറച്ച് കായത്തിൻ്റെ പൗഡറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുരുമുളക് പൊടി നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് നിങ്ങൾക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കണമെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല. ഞാൻ അവസാനം കുരുമുളക് പൊടി തന്നെയാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ചു വെച്ച നെല്ലിക്ക ചേർത്ത് കൊടുക്കാം. നെല്ലിക്കയുടെ പച്ചച്ചോവ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് എത്രയാണോ വെള്ളം ആവശ്യം അതിനനുസരിച്ച് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ അവിടെ ഒരു 3 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് നോക്കുക. ആവശ്യമുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ രസം നന്നായിട്ട് തിളച്ച് വരട്ടെ. ഇപ്പോൾ രസം നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മല്ലിയില കട്ട് ചെയ്തത് ചേർത്ത് കൊടുക്കുക. നെല്ലിക്ക രസം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ഹെൽത്തി ആയിട്ടുള്ള ഒരു രസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കാം. മറ്റു നല്ല റെസിപ്പിയുമായി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.